ഇന്ത്യയിലെ ട്രക്ക് മൗണ്ടഡ് ആയിട്ടുള്ള ലിഫ്റ്റുകൾ അല്ലെങ്കിൽ ക്രെയിനുകൾ നിർമ്മിക്കുന്ന ഒരേ ഒരു കമ്പനി. $3200 ഇപ്പം വളരെ കൂളായിട്ട് ലിഫ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എത്രത്തോളം എളുപ്പമാണ് ഇത് പ്രവർത്തിപ്പിക്കാമെന്നുള്ളതാണ്. ആകപ്പാടെ ഈ 4-5 ലിവർ വെച്ചുള്ള പരിപാടികളുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചെടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അതിൻ്റെ അകത്തില്ല. എളുപ്പത്തിൽ തന്നെ എല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും മനുഷ്യനാണ് ഇതൊക്കെ ഒന്ന് ഇറക്കുന്നതെങ്കിൽ 3200 കിലോയുടെ കാര്യത്തിൽ എത്ര പേര് വേണ്ടി വരും, എത്രത്തോളം സമയമെടുക്കുമെന്ന് ആലോചിച്ച് നോക്കാം. വീലിപ്പം നിലത്ത് തൊടുന്നില്ല. നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ അടുത്ത കാലത്ത് ഇലക്ട്രിക് ബോട്ടുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയുടെ MD ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അതിൽ സന്തോഷം തോന്നിയ കാര്യം ഇന്ത്യയിലെ ഇലക്ട്രിക് ബോട്ടുകൾ നിർമ്മിക്കുന്ന ഒരേ ഒരു കമ്പനിയാണ് കൊച്ചിയിലുള്ള ആ കമ്പനി എന്നുള്ളതാണ്. അതുപോലെ വ്യത്യസ്തമായ ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇന്ത്യയിലെ ട്രക്ക് മൗണ്ടഡ് ആയിട്ടുള്ള ലിഫ്റ്റുകൾ അല്ലെങ്കിൽ ക്രെയിനുകൾ നിർമ്മിക്കുന്ന ഒരേ ഒരു കമ്പനി, അതാണ് കേരളത്തിലുള്ള നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന മറ്റൊരു കമ്പനി. ഇത് കൊടുങ്ങല്ലൂർ മതിലകം എന്ന സ്ഥലത്താണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ വ്യവസായ രംഗത്ത് എന്താ പറയുക ഭീമന്മാരാണെന്നാണ് പറയേണ്ടത്. ഇന്ത്യയിലല്ലെങ്കിലും വിദേശ രാജ്യങ്ങളിൽ. പ്രധാനമായിട്ടും നമുക്ക് പരിചയപ്പെടുത്തേണ്ടത് സീഷോർ എന്ന ഖത്തറിലെ സീഷോർ എന്ന ഏറ്റവും വലിയ കമ്പനികളിലൊന്നിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനും ഒക്കെയായ ആളാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം. 7000-ലധികം പേർക്ക് ജോലി നൽകുന്ന ആ സ്ഥാപനത്തിൻ്റെ ചെയർമാനും അതുപോലെ സ്ഥാപകനുമൊക്കെയായ മുഹമ്മദ് അലി സാറാണ് എൻ്റെ ഉള്ളത്. സാർ നമസ്കാരം. ഇനിയുള്ളത് ഹുസൈനാണ്. ഹുസൈൻ സാർ നമസ്കാരം. ഇദ്ദേഹം ദുബായ് ബേസ്ഡാണ്. ഈ കമ്പനിയുടെ ഡയറക്ടർമാർ ഒരാളാണ്. അദ്ദേഹം യോട്ടുകൾ നിർമ്മിക്കുന്ന, മലയാളികൾക്ക് പരിചിതമല്ലാത്ത മേഖലയാണ്, വലിയ യോട്ടുകളൊക്കെ നിർമ്മിക്കുന്ന കമ്പനിയാണ് അദ്ദേഹത്തിനുള്ളത്. ഇത് സുനിൽ. നമസ്കാരം സാർ. ഈ കമ്പനിയുടെ ജനറൽ മാനേജറാണ്. അപ്പോൾ ഇവരെയാണ് ഞാൻ രാവിലെ വന്നപ്പോൾ ആദ്യമായിട്ട് കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഇന്ത്യയിലെ ട്രക്ക് മൗണ്ടഡ് ക്രെയിനുകൾ അല്ലെങ്കിൽ ലിഫ്റ്റുകൾ നിർമ്മിക്കുന്ന ഒരേ കമ്പനിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. എന്തൊക്കെയാണ് ഇവരുടെ പ്രോഡക്റ്റുകൾ, എന്തൊക്കെ ഉപയോഗങ്ങളാണ് അതിനുള്ളത്, അതുപോലെ ഇത് കേരളത്തിൽ സ്ഥാപിക്കാനുള്ള കാരണം, അത്തരം പല കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാനുള്ളത്. കേരളത്തിൽ ഒരു വലിയ വ്യവസായം, അതായത് 7000 പേര് ഖത്തറിൽ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയായ സാറ് കേരളത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ക്രെയിനുകളുടെ ഒരു സാധ്യത എത്രത്തോളം ഉണ്ട്? ഇവിടെ ഇപ്പോൾ ലേബേഴ്സിൻ്റെ കുറവാണ് നമ്മുടെ നാട്ടിൽ. ഒരു വീട് പണി, ചെറിയ വീട് പണി നമ്മൾ എത്ര കാശ് നമ്മൾ കയറ്റാനും എടുക്കാനും കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ കയറ്റാനും എടുക്കാനെന്ന് പറഞ്ഞാൽ വാങ്ങിക്കുന്നില്ലെങ്കിലും ആ ടിപ്പർ കൊണ്ട് തട്ടിയാലും അതിൻ്റെ കാശ് അവർ വാങ്ങിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ ലേബർ ചാർജിന് നമ്മൾ കുറയ്ക്കുക, ലേബർ കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ. പ്രധാനമായിട്ടും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഗൾഫിൽ പോയി അധ്വാനിച്ച് കാശ് ചെറിയ ചെറിയ ശമ്പളത്തിൽ പണിക്കുന്ന ആൾക്കാരാണ് ഗൾഫിൽ കൂടുതലുള്ള മലയാളികൾ. ഇത് വലിയ മേഖലയിൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവർ കൊണ്ടുവരുന്ന കാശ് അതിൻ്റെ 70% കാശൊന്നും നേപ്പാളിലേക്കും ബംഗാളിലേക്കും പോകണം അല്ലേ? ഇവിടെ നിൽക്കുന്നില്ല. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ബംഗാളിക്ക് കൊടുത്ത് ബംഗാളി കൊണ്ടുപോകണം ഇവിടെ കേരളത്തിൽ നിന്ന്. ഇവിടെ അങ്ങനെ ഒരു വർക്ക്, ഇവിടെ നമുക്കത് സേവ് ചെയ്യാൻ കഴിയുന്നില്ല. കേരളത്തിൽ വരുമാനമില്ല. ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന വരുമാനം ഇന്ന് ഒഴുകാണ് ബംഗാളിലേക്ക്. അതുകൊണ്ട് ഞാൻ ഈ ഫാക്ടറി തുടങ്ങിയതല്ല. ഞാൻ ആകെപ്പാട് ഞാൻ പറഞ്ഞാണ് ഇവിടുത്തെ അവസ്ഥകൾ. ഇത് ഞാൻ തുടങ്ങാണ്ട കാരണം ഇത് ഞാനിപ്പോൾ എൻ്റെ സ്ഥാപനങ്ങളിൽ എല്ലായിടത്തും കൂടി ഒരു 30ഓളം ക്രെയിൻ ഞാൻ സ്വന്തമായിട്ട് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഖത്തറിൽ 30 ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇതില്ലെങ്കിൽ വർക്ക് നടക്കില്ല. കാരണം നമ്മളെല്ലാത്തിനും മാൻ പവർ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പോകാൻ കഴിയില്ല, അവൈലബിൾ ആവില്ലൊന്നും. അപ്പോൾ കേരളത്തിൽ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എൻ്റെ ഒരുപാട് വർഷത്തെ ആഗ്രഹമാണത്. പക്ഷേ നമ്മളിപ്പോൾ കേരളത്തിലുള്ള ഇന്ത്യയിൽ എവിടെ നോക്കിയാലും നമുക്ക് ഇത്തരത്തിലുള്ള ക്രെയിനുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും ഇന്ത്യയിൽ നിർമ്മിക്കുന്നതല്ലായിരുന്നു ഇത്ര? അല്ല, ഇവിടെ ചില ഫാബ്രിക്കേറ്റേഴ്സ് ഈ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ കൃത്യമായ മെറ്റീരിയൽ അല്ല അത്. ഇതിൻ്റെ ഒരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇരുമ്പ് തന്നെ പല ടൈപ്പ്, പല ഗ്രേഡ് ഉണ്ട്. അപ്പോൾ ഈ ക്രെയിനിൽ തന്നെ ഞങ്ങൾ 4 ഗ്രേഡ് മെറ്റീരിയൽ ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ശരിയായ സീക്രട്ടും അത് തന്നെയാണ്. കാരണം ഇപ്പോൾ ക്രെയിൻ ലോഡ് വെക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ബെൻഡാവും. അത് ലോഡ് ഇറക്കി കഴിഞ്ഞ് തിരിച്ചു പോകണം. അപ്പോൾ ഫ്ലെക്സ് അങ്ങനെ സ്പ്രിങ് ടെൻഷനുള്ള മെറ്റീരിയൽ ആയിരിക്കണം. അത് കൂടിക്കഴിഞ്ഞാൽ അത് പൊട്ടുകയും ചെയ്യും. അപ്പോൾ ഒരു ഗ്രേഡ് മെറ്റീരിയൽ കൃത്യമായി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതിവിടെ അതൊന്നും നോക്കാതെ അല്ല, കാണുന്നവർക്ക് വല്ല ഇരുമ്പ് അതുണ്ടാക്കിയിട്ട് ഇങ്ങനെ തോന്നിയ വിലക്ക് വിൽക്കുക. കുറച്ച് നാളെ കൂടും, കുറച്ച് നാളെ ഓടില്ല. ഒരു കൃത്യതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കൊണ്ടൊന്നും. പിന്നെ അവരൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വരണം. വന്നാൽ ഇവിടെ ഇതുപോലത്തെ 50 സ്ഥാപനത്തിന് ഇന്ത്യയിൽ ചാൻസ് ഉണ്ട്. 50 ഫാക്ടറിക്ക് ചാൻസ് ഉണ്ട് ഇന്ത്യയിൽ. കാരണം ഞങ്ങൾ ഖത്തറിൽ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഖത്തറിൽ വർക്ക് ചെയ്യുമ്പോൾ
അവിടെ ഈ ടൈപ്പിൽ 25 ബ്രാൻഡ് വരുന്നുണ്ട് ക്രെയിൻ. ശരി. കൊറിയ, ജപ്പാൻ, അമേരിക്കയുടെ ഉണ്ട്, ഫ്രാൻസിൻ്റെ ഉണ്ട്, ഇറ്റലിയുടെ ഉണ്ട്, തുർക്കിയുടെ ഉണ്ട്. 25ഓളം ബ്രാൻഡ് അവിടെ ഡീലർമാരുണ്ട്. ഞങ്ങൾക്കും ഹയാബിൻ്റെ ഡീലർ ഞങ്ങൾ തന്നെ അവിടെ. ശരി. അപ്പോൾ ഇപ്പം നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ട്രക്ക് മൗണ്ടഡ് ആയിട്ടുള്ള ക്രെയിനുകൾ മാത്രമാണോ നിർമ്മിക്കുന്നത്? ഇപ്പതാണ്, പക്ഷെ ഗ്രാജുവലി ഇറ്റ് വിൽ കം അപ്പ്. എന്താണ് അതിൻ്റെ ഒരു ഗുണം? എന്താണ് ഈ ട്രക്ക് മൗണ്ടഡ് ആയിട്ടുള്ള ക്രെയിനുകളുടെ ഗുണം? കാരണം ഇതിൽ നമുക്ക് മെറ്റീരിയൽ കയറ്റാനും സേഫായിട്ട് അത് കയറ്റി വയ്ക്കാനും അത് ട്രാൻസ്പോർട്ട് ചെയ്യാനും അത് ചെല്ലുന്നിടത്ത് ഇറക്കാനും നമുക്ക് വേറെ ഒന്നും വേണ്ട. ഇതെല്ലാം സെൽഫായിട്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ചെല്ലുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ട്രെയിൻ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ അന്വേഷിച്ച് നടക്കണം, 2 മണിക്കൂർ ഡിലേ. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള പോക്കറ്റിലുള്ള കാശ് പോകും, ആരും വെറുതെ ഇടില്ല അല്ലേ? ഓരോ മിനിറ്റും അല്ലെങ്കിൽ ഓരോ മണിക്കൂറും കഴിയുമ്പോഴും ട്രക്കിൻ്റെ വാടക കൂടി വരും. ഇതൊക്കെ നമ്മളെ പോക്കറ്റിൽ നിന്ന് കൊടുക്കണം. അപ്പോൾ അതെല്ലാം കുറച്ചിട്ട് നമുക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഓൺ ടൈമിൽ നമുക്ക് സാധനം ഇവിടുന്ന് കയറ്റാം. വണ്ടി ഓടി എത്തുന്ന ഏത് സ്ഥലത്തും ഇത് ഉപയോഗിക്കാം അല്ലേ? വണ്ടി ഓടി എത്തുന്ന ഏത് സമയത്ത് വണ്ടിയോട് കൂടെ ഉണ്ടല്ലോ, വണ്ടി കൂടെ തന്നെ ഉണ്ട്, വിത്ത് ലേബറാണത്. അതെ. നമുക്ക് എന്നാൽ ഇതല്ലേ നമ്മുടെ ഫാക്ടറി. ഇതിന് തന്നെയല്ല വലിയ ചിലവ് കുറവാണ്. ഇതിനിപ്പോൾ നമുക്ക് ഇതിനായിട്ട് ചിലവില്ല. ഒരു പ്രാവശ്യം വാങ്ങിച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 5 വർഷം വരെ നമുക്ക് കാര്യമായ മെയിൻ്റനൻസ് ഒന്നും വരില്ല. ഇനി വന്നാലും ഒരു 2000 അല്ലെങ്കിൽ 5000 കൂടിയ മെയിൻ്റനൻസ് വരില്ല. ഇല്ല, അതിനോട് സാധനം ഇതിൻ്റെ മുകളിലില്ല. അപ്പോൾ എത്ര ടണ്ണുകളൊക്കെയാണ് നമ്മുടെ ക്രെയിനുകൾ? ഇതിപ്പോൾ നമ്മൾ 3 ടൺ തുടങ്ങിയിട്ടുള്ളത്. 3, 5, 8 അത്രയും ക്രെയിനുകൾ ഇവിടെ നമ്മുടെ അടുത്തുള്ളത്. ഇതിൻ്റെ ബൂം ലെങ്ത്ത് വന്ന് 16 മീറ്റർ വരെ ഉണ്ട്. ബൂം ലെങ്ത്ത്. അതുപോലെ ഏത് തരത്തിലുള്ള ട്രക്കുകൾ അത് ഫിറ്റ് ചെയ്യണം? അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും സ്പെക്ക് ഉണ്ടോ? ഇല്ല. വലിയ ട്രക്കുകൾ വേണം? ഏത് ട്രക്കിലും ഫിറ്റ് ചെയ്ത്. ചെറിയ ട്രക്കുകളിലേക്ക് പറ്റില്ല. കുറച്ച് വലിയ ട്രക്കുകളൊക്കെ തന്നെ വേണം. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ കയറ്റുന്നത് 7 ടണ്ണാണ് മിനിമം. 7 ടൺ ട്രക്കിലാണ് ഞങ്ങൾ സ്റ്റാർട്ടിങ് കയറ്റുന്നത്. പിന്നെ മേലോട്ട് ഏത് വണ്ടിയിലും കയറ്റാം, ട്രെയിലറിൽ കയറ്റാം. അപ്പോൾ ട്രെയിനിൽ അല്ല ട്രക്കിൽ എന്തെങ്കിലും കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്? ഉണ്ട്, ഞാൻ കാണിച്ചു. കാരണം നമ്മൾ അതിനെ വണ്ടിക്ക് സ്റ്റെബിലൈസർ ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഇതിൻ്റെ ചേസസിന് നമ്മൾ സ്ട്രോങ് ആക്കണം. അപ്പം അങ്ങനെ കുറച്ച് വർക്കുകളുണ്ട്. അപ്പോൾ അതൊക്കെ നിയമപരമാണോ അങ്ങനെ നമ്മൾ ചെയ്യുന്നത്? പക്ഷേ നമ്മൾ അഡീഷണലായിട്ട് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യുന്നുള്ളത്. നമ്മൾ ഇതിൻ്റെ മുകളിൽ കട്ടിങ്ങോ തുളയോ ഒന്നും ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വണ്ടികൾ നിയമപരമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ലീഗലി ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ട്. കാരണം ബൂം ട്രക്ക് എന്നാണ് നമുക്ക് ഇതിൻ്റെ മുകളിൽ കിട്ടുന്നത്. ട്രക്ക് മൗണ്ടഡ് ക്രെയിൻ തരുന്നുണ്ട്. മറ്റേ ഇവിടെ സാധാരണ ട്രക്ക് എന്ന് പറഞ്ഞ് തരണുള്ളൂ. ഇതിപ്പോൾ ഇപ്പോൾ ബോംബെയിൽ ഞങ്ങൾ ഓഫീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വർക്ക്ഷോപ്പും ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് ശരിയാവും. അങ്ങനെ എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റുകളിലും നമുക്ക് ഇതിൻ്റെ ഡീലർഷിപ്പും ഏജൻസിയും വരും ഇൻ ഫ്യൂച്ചറിൽ. ഞങ്ങൾ പിന്നെ ഡീലറെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഒരു ഡീലർഷിപ്പ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? കൊടുക്കണം. ഇന്ത്യയിലെവിടെയും കൊടുക്കണം. അപ്പോൾ ഇത്തരം ഈ ക്രെയിനുകൾ എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് ആണോ, അതോ എനിക്ക് എൻ്റെ ആവശ്യമനുസരിച്ച് ക്രെയിനുകളിൽ മാറ്റം വരുത്തി തരുമോ? വേണമെങ്കിൽ തരും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ 4 പ്രോഡക്റ്റ് കൂടി പുതിയ വരുന്നുണ്ട്. ഈ കോൺക്രീറ്റ് ബ്രിക്സ് വെക്കുന്ന ക്രെയിൻ ഉണ്ട്, ഇങ്ങനെ ഈ ഹൈഡ്രോളിക്കിൽ തന്നെ. പെട്ടെന്ന് നമുക്ക് ലോഡ് ചെയ്യാനും ഇറക്കാനും സൗകര്യമുണ്ട് അത്. അപ്പോൾ അതിപ്പോൾ ഞങ്ങളുടെ ഏപ്രിൽ ലോഞ്ചിങ് ആണ്. പിന്നെ അതുപോലത്തെ ആർട്ടിക്കുലേറ്റർ ക്രെയിൻ, ഇതിപ്പോൾ നമ്മുടെ സ്ട്രൈറ്റ് ബൂമാണ്. ഇപ്പോൾ ആർട്ടിക്കുലേറ്റർ ക്രെയിൻ ഉണ്ട്. ആർട്ടിക്കുലേറ്റർ ക്രെയിൻ എന്ന് വെച്ചാൽ ഇങ്ങനെ വളഞ്ഞു പോയിട്ടൊക്കെ പൊക്കിയെടുക്കുന്നത്. മറ്റേ സ്ട്രൈറ്റ് പോയിട്ട് റോപ്പിലാണ്. അതിന് മറ്റേ വീഞ്ച് ഉണ്ടാവില്ല, ഡയറക്റ്റ് ഹൈഡ്രോളിക്കിൽ തന്നെ പൊക്കുന്നതാണത്. അപ്പോൾ അതും ഞങ്ങൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർട്ടിക്കുലേറ്റർ ക്രെയിൻ 2 മോഡലിലും, പിന്നെ ഈ മറ്റേ ബ്രിക്സ് വെക്കുന്ന ക്രെയിൻ 2 ലെങ്ത്തിലും, എന്ന് വെച്ചാൽ ഒരു 6 മീറ്ററും 12 മീറ്ററും ട്രെയിലറിൽ വരെ ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏപ്രിൽ ലോഞ്ച് ചെയ്യും. പിന്നെ മാൻ ലിഫ്റ്റ്, 20 മീറ്റർ ഹൈറ്റ് 1 മാൻ ലിഫ്റ്റ്. അതായത് നമ്മൾ ഈ ജനലൊക്കെ എക്സ്റ്റേണൽ ക്ലീനിങ്ങിനും ഇലക്ട്രിസിറ്റി വർക്കുകൾക്കൊക്കെ ആയിട്ട് 20 മീറ്ററിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ ലോഞ്ചിങ് ഞങ്ങൾ ഏപ്രിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ക്രെയിൻ ഓൾമോസ്റ്റ് ഞങ്ങൾ വിറ്റിട്ടുണ്ട്. ഈ മാൻ ലിഫ്റ്റ് ഫസ്റ്റ് സോൾഡാണ് കൊടുത്തിട്ടില്ല, ഞങ്ങൾ ഏപ്രിലേ കൊടുക്കുകയുള്ളൂ. അത് സോൾഡാണത്. പിന്നെ അതുകൂടാതെ സിംഗിൾ ലിഫ്റ്റ്, ഇപ്പോൾ എയർപോർട്ടിനകത്ത് അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിനകത്ത് ഒരു ക്ലീനിങ്ങിൽ 10 മീറ്റർ വരെ പൊക്കാവുന്ന, അതും ഈ ഏപ്രിലിൽ ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫാക്ടറിയുടെ ഉൾഭാഗം. സാറ്റോ എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര്. പക്ഷേ ലിവേജ് എന്നാണ് ഈ ഒരു എഞ്ചിനീയറിംഗ് കമ്പനി. ഈ ഒരു കമ്പനിയുടെ പേര് ലിവേജ് എന്നും ബ്രാൻഡിൻ്റെ പേര് സാറ്റോ എന്നുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ എന്താണ് ഈ ബൂം ട്രക്ക് എന്നുള്ളത് ഇവിടെ കാണാം.
ഇതൊക്കെ നമ്മൾ പിന്നെ ഓർഡർ കിട്ടി ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അല്ലേ? ഡെമോ ഇതൊക്കെ ഡെമോ വണ്ടികളാണ്. ശരി ശരി. അപ്പോൾ ഇത് പലതരത്തിലുള്ള ട്രക്കുകളാണോ നമ്മൾ, അതോ പല ടണ്ണേജ് ഉള്ളതാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? പല ടണ്ണേജ്. അപ്പോൾ ഇതാണ് വളരെ എളുപ്പത്തിൽ കാണിച്ചു തരാവുന്നത്. ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നില്ലെങ്കിലും നമുക്ക് മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന നമുക്ക് ഇനി എക്സ്പോർട്ട് ചെയ്യരുതോ എല്ലായിടത്തേക്കും? എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ 1 ഇയർ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. കാരണം നമ്മൾ സാധനം പുതിയ മേടില്ല, പുറത്തോട്ട് പോയിട്ട് നമുക്ക് റെസ്പോൺസിബിലിറ്റി വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരുപാട് എൻക്വയറി ഉണ്ട് പുറത്തുനിന്ന്. പക്ഷേ ഞങ്ങൾ പുറത്തോട്ട് ഇതുവരെ കൊട്ടേഷൻ കൊടുത്തിട്ടില്ല. കാരണം നമ്മളിതൊന്ന് കേരളത്തിലും ഇന്ത്യയിലും ഓടിയിട്ട് ഫെമിലിയർ ആയതിനു ശേഷം മാത്രം പുറത്തോട്ട് പോയാൽ മതി. ഇന്ത്യൻ മാർക്കറ്റ് ഈസ് ദ ബെസ്റ്റ് മാർക്കറ്റ്. അതെ, അദ്ദേഹത്തിന് ആവശ്യക്കാർ ഇഷ്ടംപോലെ ഉണ്ടല്ലോ അല്ലേ? അതുപോലെ നമ്മുടെ ഇത് പൂർണ്ണമായിട്ടും 100% ഇന്ത്യൻ ആണോ? ഇതിൽ ഞങ്ങൾക്കിപ്പോൾ മേക്കിംഗ് ഇന്ത്യയിൽ 79% വരെ 29% വരെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. പക്ഷെ ഞങ്ങൾക്ക് 21% ഇമ്പോർട്ടുള്ളൂ. അത്യാവശ്യം ചില അതിന് ഗ്രാജുവലി ഞങ്ങൾ തന്നെ ആക്കി മാറ്റുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ കൺട്രോൾ വാൾവ് ഇന്ത്യയിൽ തന്നെ വാങ്ങിക്കുന്നത് ഫ്രാൻസിൻ്റെ ആണ്. അപ്പോൾ ഇനി നമ്മൾ തന്നെ അത് ഗ്രാജുവലി, പിന്നെ ബാക്കി സിലിണ്ടേഴ്സ് ബാക്കിയുള്ള എല്ലാം ബാക്കി കാണുന്നതെല്ലാം നമ്മളതാണ്. റോപ്പ് നമ്മൾ വാങ്ങിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വീഞ്ച് നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്, ഫ്രാൻസിൻ്റെ ആണത്. അപ്പോൾ ചൈന ഇല്ല ഇല്ലെന്ന് പറഞ്ഞാൽ ചില ബ്രാൻഡ് ചൈനയിൽ മേക്കിംഗ് ഉണ്ട്. പക്ഷേ ഫ്രാൻസ് കമ്പനി, പക്ഷെ അതിൽ 1-2 ഐറ്റംസ് ഉണ്ട്. ഒരു ഐറ്റംസ് 1-2 ഒരു ഐറ്റംസ് ഉണ്ട് അതിൽ. കാരണം ഇന്ത്യയിലെ അതിലെ ക്വാളിറ്റി കിട്ടുന്നില്ല. ഇതിപ്പോൾ എത്ര ടണ്ണേജിൻ്റെയാണ് നമ്മൾ ഈ കാണുന്നത്? ഇത് 3 ടണ്ണിൻ്റെയാണ്. 3 ടൺ. അതാണ് അപ്പോൾ ഏറ്റവും ചെറുത് നമ്മുടെ. ഇതാണ് നമ്മുടെ ചെറുത്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ ഇതേ രീതിയിൽ തന്നെയാണോ എല്ലാത്തിലും ഫിറ്റ് ചെയ്യുന്നത്? അതായത് ക്യാബിന് ശേഷമുള്ള ഈ സ്ഥലം അതെ മിക്കവാറും അത് തന്നെയാണ് എല്ലാത്തിനും തന്നെ. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഇത് നമ്മുടെ ചേസാണത്. അത് വണ്ടിയുടെ ചേസാണ്. ഹാഫ് ഇത് നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് ഇവിടം വരെയും നമ്മുടെ ചേസാണ്. ഇവിടുന്ന് താഴോട്ടുള്ള കമ്പനിയുടെ ചേസാണ്. പക്ഷെ അതിൽ നമ്മൾ പ്ലേറ്റ് കൊടുത്തുകൊണ്ട് രണ്ടും ഈ പോർഷനെ ഒന്നാക്കിയിട്ടുണ്ട്. ഡബിൾ സ്ട്രെങ്ത്. അതല്ലെങ്കിൽ ഇതിൻ്റെ ചേസ് പൊട്ടാൻ സാധ്യതയുണ്ട്. ഇത് സംഭവിക്കില്ല. കാരണം രണ്ടും കൂടി ഒന്നാക്കിയത്. അത് നമ്മൾ തുളച്ചിട്ടൊന്നുമില്ല. അവരുടെ ചേസിൻ്റെ മേലുള്ള തുള തന്നെ അത് നമ്മൾ അലൈൻമെൻറ്റ് ചെയ്തിട്ടുള്ളതാണത്. എല്ലാം CNC ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമുക്കൊരു കമ്പനിയുടെ ഫിറ്റിംഗ് അല്ല എന്ന് തോന്നില്ല. അതുപോലെ ഇതിൻ്റെ ഈ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് എല്ലാം വെളിയിൽ നിന്നാണോ ചെയ്യുന്നത്, അതോ വണ്ടിക്ക് ഉള്ളിലാണോ? ഇതിനെല്ലാം വെളിയിൽ നിന്നാണ് ചെയ്യുന്നത്. ഇത് വർക്ക് ചെയ്യുന്നത് എഞ്ചിന് PTO വെച്ചിട്ട്. ഇത് എഞ്ചിൻ പവറാണ് ഉപയോഗിക്കുന്നത്. അഡീഷണൽ നമുക്ക് എഞ്ചിൻ പവർ കോസ്റ്റ് ഒന്നും വരുന്നില്ല. ബാറ്ററി ഒന്നും എക്സ്ട്രാ വേണ്ട. ഒന്നും വേണ്ട. നമ്മളാ ഇപ്പോൾ AC ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെക്കൂലേ, അതേപോലെ ഇത് പ്രവർത്തിക്കുന്ന സമയത്ത് ആ PTO വർക്ക് ചെയ്യുമ്പോൾ എഞ്ചിൻ സ്റ്റാർട്ട് ആയിരിക്കണം. അപ്പോൾ അതിന് പ്രത്യേകിച്ച് വലിയ ചിലവ് വരില്ല. ഒരു AC ഇട്ടിരിക്കുന്ന ഡീസലിൻ്റെ ചിലവ് വരും. ഇത് ഇവിടുന്ന് വർക്ക് ചെയ്യാം, അപ്പുറത്തെ സൈഡിൽ നിന്ന് വർക്ക് ചെയ്യാം. 2 സൈഡിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഇതിൻ്റെ വ്യൂ കിട്ടണ്ടേ. ഈ ബോഡി ഞങ്ങൾ ഇതിനനുയോജ്യമായ ബോഡി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ ബോഡിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഡബിൾ ഷീറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അത് ഹെവി അല്ല. അപ്പോൾ അത് നമ്മൾ ഈ ക്രെയിൻ ഫിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ട്രക്കുകൾ നമ്മൾ ഈ മാറ്റവും വരുത്തുമോ, അതോ ഇത് വേണമെങ്കിൽ മാത്രം ചെയ്യേണ്ടതാണോ? ഓപ്ഷനാണ് അത്. ഇതെന്ന് പറഞ്ഞാൽ 2 പ്ലേറ്റാണ്. ഇത് ഈ അകത്തുള്ള കാണുന്ന പ്ലേറ്റും ഉടനെ കാണുന്ന പ്ലേറ്റും ഡബിൾ ഷീറ്റാണത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ബെൻഡിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ വെച്ച് വെൽഡ് ചെയ്തിട്ടുള്ളതല്ല. എല്ലാം ഷീറ്റൊക്കെ ഇതെല്ലാം സിംഗിൾ ഷീറ്റ് ബെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഏതായാലും ഈ പറഞ്ഞ പോലെ ഇതിനൊരു നിർമ്മാണ നിലവാരം നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. തീർച്ചയായിട്ടും അത് നമുക്കൊരു അഭിമാനിക്കാവുന്ന കാര്യമാണ്. മേക്ക് ഇൻ ഇന്ത്യ എന്ന് വളരെ അഭിമാനത്തോടെ എല്ലായിടത്തും ഉണ്ട് അല്ലേ? എല്ലായിടത്തും എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ ഈ കമ്പനിയുടെ മുൻഭാഗത്ത് വരുമ്പോൾ തന്നെ അത് കാണാം, മേക്ക് ഇൻ ഇന്ത്യ എന്ന് അഭിമാനത്തോടെ എഴുതിയിരിക്കുന്നത്. അതും നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ബേസിക്കലി ഈ ഒരു വലിപ്പമുള്ള ട്രക്കാണ് ഒരു 3 ടണ്ണ് നല്ലത് അല്ലേ? അതേക്കാട് നമുക്ക് ലോഡ് കൂടുതലായിട്ട് പോകാമല്ലോ. ഇവിടെ വെച്ച് ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസീവ് ആണ്. ഡീസലിൻ്റെ കാശ് വേണ്ടിയിട്ട് ഇതൊക്കെ നോക്കുമ്പോൾ മാക്സിമം സാധനം കയറ്റാന്നുള്ളത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ സിറ്റി, കൊച്ചി, എറണാകുളം പോലത്തെ സിറ്റിക്ക് അത് ചെറിയ വണ്ടികളിൽ പോകില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ഉണ്ട്. ചെറിയ റോഡുകളിലൊന്നും പോയിട്ട് ഈ ടൈപ്പ് വണ്ടി പോകുന്നില്ലെങ്കിൽ ഒരു 3 ടൺ വണ്ടി അല്ലെങ്കിൽ മിനി ട്രക്ക് പോകുന്നവർക്കൊക്കെ ഇത് പോകും. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ചെറിയ പിക്കപ്പ് ട്രക്കുകൾ ഫിറ്റ് ചെയ്യാവുന്ന ക്രെയിൻ നിർമ്മിക്കാത്തത്? എന്തുകൊണ്ടാണ് അത് വയബിൾ അല്ലത്? കാരണം സ്റ്റേബിലിറ്റി കിട്ടില്ല. ഇത് തന്നെ ഏകദേശം 1 ടൺ ലോഡുണ്ട്.
അപ്പോൾ ഇവിടെ വല്ല ചെറിയ ട്രക്ക് എന്ന് പറഞ്ഞാൽ 1.5 ടൺ 2 ടൺ കയറ്റുന്നതാണ്. അതിലിപ്പോൾ 1 ടൺ ഇത് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ലോഡ് ചെയ്യാൻ സ്ഥലം തന്നെ ഇത് കയറ്റിയാൽ പോരല്ല, കൊണ്ടുപോകാൻ വേണ്ടേ. അപ്പോൾ ലാഭകരമാക്കണമെങ്കിൽ വലിയ ട്രക്ക് വേണം. നമുക്ക് എത്രയും സാധനങ്ങൾ കയറ്റി പോകാനകത്ത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഏറ്റവും ബാക്കിലേക്ക് ഉള്ള സാധനങ്ങൾ എങ്ങനെയാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വരുമോ? ഇതിന് 11-12 മീറ്റർ ലെങ്ത് ഉണ്ട് ടെലിസ്കോപ്പ്. ഞാനത് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. അവിടെ നമുക്ക് വർക്ക് ചെയ്യാവുന്ന അവസ്ഥയിലൊരു വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ ടെസ്റ്റ് ബെഞ്ചാണത്. ഇതെല്ലാം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ പാക്ക് ചെയ്ത് വെക്കുക. ഞാൻ അതാണ് ചോദിക്കാൻ വന്ന മറ്റൊരു കാര്യം. അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് പരിചയമുള്ളവരൊന്നും ആയിരിക്കില്ല അധികം ഇത് വാങ്ങിക്കുന്നവർ. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് അവരെ പഠിപ്പിച്ചിട്ടാണ്? ഞങ്ങൾ സിലബസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സിലബസ് ഇവിടെ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട്. ആ സിലബസ് വെച്ചുകൊണ്ട് ഇവരെ തിയറിയിലായിട്ട് പഠിപ്പിക്കും. അതിനുശേഷം പ്രാക്ടിക്കൽ കോഴ്സും കൊടുത്ത് 4 ദിവസം ക്ലാസ് കൊടുക്കുന്നുണ്ട്. അവർക്ക് അക്കോമഡേഷൻ കൊടുക്കും. അവർ താമസിച്ച് പഠിച്ചു പോയത്. അപ്പോൾ അതിന് നമ്മൾ സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കും? സർട്ടിഫിക്കറ്റ് കൊടുക്കും. ആ സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ശരി. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യമായ രീതിയിൽ ടെസ്റ്റ് ചെയ്യണമല്ലോ. അതൊന്നും കഴിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി എല്ലാം കഴിഞ്ഞിട്ട് കൊടുക്കുന്നത്. ഞങ്ങൾ അവിടെ ആദ്യം ട്രെയിൻ ടെസ്റ്റ് ചെയ്യും. അതിനുശേഷം ഇതിന് മേലെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അത് ടെസ്റ്റ് ചെയ്യും. അതിൻ്റെ ഈ ഒരു നോംസ് ഉണ്ട് അതിന്. അതനുസരിച്ചിട്ട് പ്ലസ് 125% ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നത്. അതായത് 3 ടണ്ണ് കയറുന്നതാണെങ്കിൽ 3.5 ടണ്ണ് നമ്മൾ കയറ്റി നോക്കും. 3 ടണ്ണിൻ്റെ 4.5 ടണ്ണ് കയറ്റിയിട്ടാണ് ടെസ്റ്റ് ചെയ്ത് നോക്കും. സേഫിലോട് 3 ടണ്ണ് സർട്ടിഫിക്കറ്റ് കൊടുക്കും. ശരി. അപ്പോൾ നമുക്കിനി ഇതോടെ ഇത് കൂടുതൽ ടണ്ണേജ് ഉള്ളതാണ് അല്ലേ? ഇത് ആ കിടക്കുന്ന 5 ടണ്ണാണത്. അത് 5. ഇത് 8 ടണ്ണാണ്. ഇത് 8 ടണ്ണിൻ്റെ കോലം ഇതാണ്. കുറച്ച് വലിപ്പം കൂടും, ഹെവി കൂടും. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ കൂടി വലിയ ട്രക്കിൽ ഫിറ്റ് ചെയ്യാൻ ലാഭം. അത് ഒരുപാട് ലോഡ് കയറ്റാം. ഇതൊക്കെ 25 ടൺ ലോഡ് കയറ്റുന്ന വണ്ടിയിൽ നമുക്ക് 25 ടണ്ണും കയറ്റി പോയിക്കൂടെ? കുറേശ്ശൊക്കെ കൊണ്ടോട്ട് കാര്യമില്ല. വളരെ ലാഭകരമാവും അങ്ങനെ കയറ്റുമ്പോൾ അല്ലേ? അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇവിടെ തന്നെ ചെയ്ത് എല്ലാം ഇവിടെ തന്നെ ഈ ഒരു ഫാക്ടറിയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ശരി. എന്തായാലും പറഞ്ഞ പോലെ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇത്രയും ഹെവി എക്യുപ്മെന്റ്സ് നമ്മളിപ്പോൾ അറ്റ് പ്രസന്റ് നമുക്ക് എല്ലാം കൂടി 40 ഗ്രാം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. പണി കഴിഞ്ഞാൽ 40 ഗ്രാം സ്റ്റോക്ക് ഉണ്ട്. സാധാരണ ഇതിൽ ഞാനിപ്പോൾ ഒരു ട്രക്ക് കൊണ്ടു തന്നാൽ ഇത് ഫിറ്റ് ചെയ്ത് തരാൻ എത്ര ദിവസമൊക്കെ എടുക്കും? മാക്സിമം 7 ഡേയ്സ്. അത്രേ ഉള്ളൂ. ശരി. 7 ദിവസമേ ഉള്ളൂ കേട്ടോ. അത് നിങ്ങളുടെ എന്താ പറയുക സമയം തീരെ കളയുന്നില്ല എന്ന് പറയാം. അതുപോലെ ഇതിൻ്റെ അകത്ത് ഈ എന്തെങ്കിലും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ? അതോ എല്ലാം നമ്മൾ മാനുവലായിട്ടൊക്കെ? ഇവിടെ ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അത് ഓപ്ഷനലി ഇഫ് ദേ വാണ്ട്. ഇത് നമ്മുടെ ഡ്രൈവേഴ്സിനൊന്നും അത്രയും ഫെമിലിയർ ആയില്ലേ. ഇത് ഇവിടുത്തെ ദൂരത്ത് കൊണ്ടുപോയിട്ട് കമ്പ്യൂട്ടർ സ്റ്റക്കായി അത് സ്റ്റക്കായി എന്നുള്ള കംപ്ലയിൻറ്റ്സ് വരും. ഇതിപ്പോൾ എല്ലാം കംപ്ലീറ്റ് മാനുവലാണ് കൊടുത്തിട്ടുള്ളത്. സാറപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്ര വർഷമായി ഇപ്പോൾ അവിടെ പോയിട്ട്? എത്ര വർഷമായി? ഞാൻ പോയിട്ടിപ്പോൾ 80 ഞാൻ പോയത്. 80. അങ്ങനെ 80 പോയ ഒരാളാണ് 7000 പേർക്ക് ഇപ്പോൾ ജോലി കൊടുക്കുന്നു എന്ന് പറഞ്ഞത്. അതുപോലെ ഈ ക്രെയിൻ എന്ന് പറയുന്നത് ഇപ്പം സാർ അവിടെ പലതരത്തിലുള്ള കമ്പനികൾ നടത്തുന്നുണ്ടെങ്കിലും ക്രെയിൻ നിർമ്മിക്കുന്നുണ്ടോ അവിടെ? ഞാൻ ഈ ക്രെയിൻ 8 വർഷം മുമ്പ് നിർമ്മിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ മോഡൽ ഫസ്റ്റ് എടുത്തിയാണ്. അതിൻ്റെ സക്സസ്ഫുൾ ആയിരുന്നു. അത് അവിടെ ചെയ്തു. പക്ഷേ എനിക്കത് ഇവിടത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഡിസൈൻ ചെയ്തത്. പക്ഷെ ഇവിടെ എനിക്കൊരു പാർട്ട്ണർ നോക്കാൻ കിട്ടിയില്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് തന്നെ പറ്റില്ല. കുറച്ച് ആ ഒരു ഗ്രൂപ്പ് ആളുകൾക്ക് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റിയ ബിസിനസ് അല്ലത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റിയ ആൾക്കാരെ കിട്ടിയില്ല. പിന്നീടാണ് ഇപ്പോൾ ഇവരൊക്കെ വന്നിട്ട് പാർട്ട്ണറായി വന്നപ്പോൾ ഞാൻ ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലൊരു സ്ഥലവും കിട്ടി. ഗവൺമെൻറ് സപ്പോർട്ട് ഞാനത് ചോദിക്കാൻ വന്നൊരു കാര്യം. ഇപ്പോൾ കേരളത്തിലൊരു വ്യവസായം, അതും ഇത്രയും വലിയൊരു വ്യവസായം തുടങ്ങുമ്പോൾ പലരും നിരുത്സാഹപ്പെടുത്തി കാണുന്നു. കാരണം കേരളം എന്താ പറയുക ഒരു ഇൻഡസ്ട്രി ഫ്രണ്ട്ലി അല്ല എന്നാണല്ലോ പൊതുവെ. അത് ഇവിടെ നിന്നല്ല, നമ്മൾ എവിടെ പോയി തുടങ്ങണമെങ്കിലും നിരുത്സാഹപ്പെടുത്തുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടാവും. പക്ഷേ കേരളത്തിൽ ഞാൻ വിമർശിച്ചിരുന്ന ആളാണ്. പക്ഷേ അനുഭവത്തോട് ചെന്നപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ മുഖ്യമന്ത്രി തുടങ്ങി, മിസ്റ്റർ രാജീവിൻ്റെ സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി, അവരെല്ലാം
അവരുടെ സ്ഥാപനം എന്നുള്ള പോലെ നമുക്ക് സർവീസ് തരുന്നത് ആണല്ലേ? വളരെ പെർഫെക്റ്റ് ആണ്. ശരി. ആ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാവുന്ന ഒരു അവസ്ഥയാണോ? ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആണല്ലേ? വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മിനിസ്റ്റർ ഡയറക്ടർ വിളിച്ചിട്ടുണ്ട്, പ്രിൻസിപ്പൽ സെക്രട്ടറി അനീഷ് സാറിനെ വിളിച്ചിട്ടുണ്ട്. കറക്റ്റ് ആൻസർ തന്നെയല്ല, അവർ നേരെ നമുക്ക് ലൈസൻസിന്റെ കാര്യത്തിന് വേണ്ടി പോലും അവരാണ് ഫോളോ അപ്പ് ചെയ്തത്. 3 ദിവസം കൊണ്ട് ഞങ്ങൾ ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഈ പൊല്യൂഷൻ മറ്റത് മറിച്ചത് നമ്മളിട്ട് ബുദ്ധിമുട്ടിക്കും. ഫെയർ ആൻഡ് സേഫ്റ്റി ഇതെല്ലാം ഞങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന വിഭാഗങ്ങൾ. പണി നടക്കില്ല ഇവിടെ. പക്ഷെ അവിടെ നിന്ന് വിളിച്ചിട്ട് ഒരു ദിവസം കൊണ്ടൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട്. അത് കൊള്ളാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പഴയ പെർസെപ്ഷൻസ് ഒക്കെ മാറി വരികയാണ്. നമ്മൾ ഇൻഡസ്ട്രി ഫ്രണ്ട്ലി ആയി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷമുള്ള കാര്യമാണ് ഈ കേൾക്കുമ്പോൾ തന്നെ. പക്ഷേ വേറൊരു കാര്യമുള്ളത് വെച്ചാൽ ഇത്തരത്തിലുള്ള നമ്മൾ പണ്ട് പഠിക്കുന്ന കാലത്ത് ലഘുയന്ത്രങ്ങൾ എന്ന് പറയുന്ന സാധനമാണല്ലോ ഇത് കുറേ പേരെ ജോലി കളയുന്ന സാധനമല്ലേ? ജോലി കളയില്ല. ഞാൻ പറഞ്ഞിട്ട് ഈ വണ്ടി ഇറങ്ങുന്നതുകൊണ്ട് 2 ആൾക്ക് ഇതിൽ ജോലി ഉണ്ടാവുകയാണ്. മനസ്സിലായോ? പക്ഷെ ഇവിടെ ജോലിക്ക് നമ്മൾ ആരാണ് ഇപ്പോൾ നമ്മൾ കാശ് കൊണ്ടുപോകണം ഇവിടുന്ന്? നമുക്ക് കിട്ടുന്നുണ്ടോ? കേരളത്തിന് കിട്ടുന്നുണ്ടോ? അപ്പോൾ പോകുന്നത് ഇവിടുത്തെ ശരിക്കുള്ള വരുമാനം എന്ന് പറഞ്ഞാൽ ഗൾഫിൻ്റെയാണ്. ഇപ്പോൾ ഗൾഫിലും വ്യവസായികൾ കുറവാണ്, മലയാളികളുണ്ട്, കൂറ്റം ബിസിനസ്സുകാരൊക്കെ ഉണ്ട്, പിന്നൊക്കെ സാധാരണ താഴെ തട്ടിൽ കഴിയുന്ന ആൾക്കാരാണ്. അവർ കൊണ്ടുവരുന്ന കാശ് പോലും നമ്മളെ വീട്ടിൽ നിന്ന് ചില്ലറയായിട്ട് കൊണ്ടുപോകുന്ന ബംഗാളിയും നേപ്പാളും നോർത്ത് ഇന്ത്യൻസിനെ കൊണ്ടുപോകുന്നത് അല്ലേ? ഇപ്പം നമ്മൾ കേരളത്തിൽ വരുന്ന കാശിൻ്റെ 70% കാശും കൊണ്ടുപോകുന്നത് അന്യ സംസ്ഥാനക്കാരാണ്. നമ്മൾ നേരത്തെ അവരുടെ അടുത്ത് പോയി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, ബോംബെയിലൊക്കെ പോയിട്ട്. പക്ഷെ ഇന്നിപ്പോൾ അവരോട് കൊണ്ടുപോകുന്നത് അല്ലേ? അപ്പം നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കി, ഒരു മാസം വരുന്ന വരുമാനത്തിൻ്റെ എത്ര ശതമാനമാണ് നമ്മൾ ഇവർ കൊടുക്കുന്നത്? ജനസംഖ്യയുടെ തന്നെ വലിയൊരു ശതമാനം അവരായി അവർക്ക് കൊടുക്കേണ്ടതല്ല പറഞ്ഞത്. പക്ഷെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഇവിടെ തൊഴിലാളികൾ ഇല്ല ഇവിടെ. ഇപ്പോൾ ഈ കൂലി തൊഴിലാളികൾ പണി പോകുന്ന പറഞ്ഞാൽ ഇപ്പോൾ ഹെവി ലിഫ്റ്റൊന്നും പൊക്കാൻ അവർക്ക് കഴിയില്ല. പഴയ ആൾക്കാർ അവരുടെ മസിലൊക്കെ ക്ഷയിച്ചൊക്കെ പോയി. അവരുടെ മക്കൾ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് ജപ്പാനിലും യൂറോപ്പിലൊക്കെ പോകണം. ഇനി ഇവിടെ ആരും ഇറക്കുന്നത്? പിന്നെ എത്ര കാശ് വാങ്ങിക്കുന്നത്? വാങ്ങിക്കുന്ന മാത്രമല്ല, നമ്മൾ കൊടുക്കുന്നതിൻ്റെ പോക്കറ്റ് കൂടെ നോക്കട്ടെ. ഇതിപ്പോൾ വളരെ ലാഭകരമാണിത്, വളരെ ലാഭകരമാണിത്. ഇപ്പം നമ്മൾ 1 വർഷമായല്ലോ ഇത് കമ്മീഷൻ ചെയ്തിട്ടല്ലേ? അപ്പോൾ എത്ര ലിഫ്റ്റുകളൊക്കെ നമ്മൾ ഇതുവരെ കൊടുത്തു കാണും? നമ്മളിപ്പോൾ 8 ട്രെയിനാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. കാരണം നമ്മളിപ്പോൾ ഹറി ചെയ്യുന്നില്ല. കാരണം നമുക്ക് തന്നെ കുറേ കാര്യങ്ങൾ ഇതിനുള്ളിൽ ഇനിയും പുനഃപരിശോധന ചെയ്യുന്നുണ്ട്. അത് ഇതുവരെയും കംപ്ലൈൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. അത് 2 വർഷം കംപ്ലൈൻറ്റ് വന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കുള്ള വാക്കിന് വിലയുള്ളൂ അല്ലേ? അപ്പോൾ ആ ടൈമായിട്ട് തള്ളി നീക്കണം. ശരിയാണ്. എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കാര്യമായിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന പഠിച്ചിട്ട് ചെയ്തില്ലെങ്കിലൊക്കെയാണ് വരാവുന്നത് കംപ്ലൈൻറ്റ്. അങ്ങനെ സംഭവിക്കില്ല. കാരണം ഇപ്പോൾ ആർക്കും ഇപ്പോൾ നിങ്ങൾക്കും ഒരു 10 മിനിറ്റ് നോക്കി എന്നാൽ ചെയ്യാന്നുള്ളൂ. പക്ഷെ എന്നാലും ബേസിക് നോളജ് കൊടുക്കണം നമ്മൾ. ഇതെല്ലാം കമ്പ്യൂട്ടറൈസ് CNC മെഷീനുകളാണല്ലോ. ഈ മെഷീൻസ് ഒക്കെ നമ്മൾ എവിടെ നിന്നാണ്? ഇന്ത്യയിൽ നിന്നാണോ? പുറത്തെല്ലാം പുറത്തുനിന്നുള്ള. അപ്പോൾ സാറിന് ഈ വ്യവസായം നേരെ ഖത്തറിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ? ഇല്ല, ഞാൻ ഖത്തറിൽ നിങ്ങളില്ല, ഞങ്ങളില്ല. ഇവിടെ നിർമ്മിച്ചോണ്ടല്ലേ അങ്ങോട്ട് കൊണ്ടുപോകല്ലോ അല്ലേ? ഇവിടെ നല്ലത് നമ്മൾ നാട്ടിൽ നിന്നുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഏപ്രിലാണ് പുതിയ 4 പ്രൊഡക്ട്സ് വരുന്നത് അല്ലേ? ഏപ്രിലിൽ. അതുപോലെ ഇതിപ്പോൾ ശരിക്കും തോന്നുന്നു ഇത്തരത്തിലുള്ള ക്രെയിനുകളൊക്കെ നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും അതുപോലെ ഡിഫൻസിനും ഒക്കെ ആവശ്യമുണ്ടല്ലോ. അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഡിഫൻസിന് ഇപ്പോൾ ഒരു 65 ക്രെയിൻ്റെ പ്രപ്പോസൽ നമുക്ക് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് പേരിൽ ഒരുപാട് ഡോക്യുമെന്റേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ആകാംക്ഷയോട് ഞങ്ങൾ സ്വീകരിക്കുന്നത്. വലിയ ശബ്ദമുള്ള സ്ഥലങ്ങളാണ്. ഇതിവിടെ എന്താണ് നടക്കുന്നത്? ഈ ഭാഗം ഫാബ്രിക്കേഷൻ നടക്കുന്ന സ്ഥലമാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഫാബ്രിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ മറ്റേ ലേസർ കട്ടിങ്ങിലാണ് ഷീറ്റ് കട്ട് ചെയ്യുന്നത്. പിന്നെ CNC കട്ടിങ് മെഷീൻ വേറെ ഉണ്ട്. ഇത് ലേസറിൽ കട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ അക്യുറസി കിട്ടും. പിന്നെ ഇതിൻ്റെ വെൽഡിങ് സ്പെഷ്യൽ വെൽഡിങ്ങാണ്. സ്പെഷ്യൽ പ്ലേറ്റാണ് ഇതിൻ്റെ. ഇത്രയും വർക്ക് ചെയ്യുന്നത് സ്പെഷ്യൽ പ്ലേറ്റാണ് എല്ലാം, നമ്മൾ സാധാരണ സ്റ്റീലല്ല. ഇവിടെ ഈ രംഗത്ത് എക്സ്പെർട്ടൈസ് ഉള്ളവരെ കിട്ടാൻ ഉണ്ടായിരുന്നോ തൊഴിലാളികൾ? അതോ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ച്? ഇതിൽ എൻ്റെ കൂടെ 35 വർഷം അവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെ 4 ആൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്.
അവരാണ് നേതൃത്വം കൊടുക്കുന്നത്. പിന്നെ അതിന് താഴെ ഒരു ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ട്. എല്ലാം കൂടി 65 പേരെ ഇപ്പോൾ ഉള്ളൂ. ഞങ്ങളിപ്പോൾ അടുത്ത വർഷമാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഷിഫ്റ്റിലേക്ക് പോകും, 24 hour ഷിഫ്റ്റിലേക്ക് പോകും. ഇപ്പോൾ ഇവിടെ മലയാളികളാണോ അധികം തൊഴിലാളികളുള്ളത്? ഇപ്പോൾ മലയാളികളെ കൂടുതലാണ്. ഇതാണിപ്പോൾ നമ്മുടെ ഈ ആർട്ടിക്കുലേറ്റർ ക്രെയിനിൻ്റെ കോളം. പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ആർട്ടിക്കുലേറ്റർ ക്രെയിൻ. അതുപോലെ തന്നെ ഇത് മാൻ ലിഫ്റ്റിൻ്റെ ആണ്. ഇത് 20 മീറ്റർ ഹൈറ്റിൽ 3 പേർക്ക് കയറി നിൽക്കാവുന്ന രൂപത്തിലുള്ള ഒരു മാൻ ലിഫ്റ്റിൻ്റെ ബോഡിയാണത്. ഇതിപ്പോൾ ഈ മാസം കഴിയും വർക്ക്. പക്ഷേ ഏപ്രിൽ ഞങ്ങൾ ലോഞ്ച് ചെയ്യുള്ളൂ. മിനിസ്റ്റർ വന്നിട്ട് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. കൊള്ളാം. വലിയ സംഭവം തന്നെയാണ്. ഇതൊക്കെ ഒന്ന് നടത്തി ഒന്ന് റെഡിയാക്കി എടുക്കണമെങ്കിലുള്ളതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്തായി പോകും. എത്രത്തോളം മാൻ ലിഫ്റ്റിൻ്റെ പാർട്സുകളെല്ലാം അതിൻ്റെ പേര് കൂടി ഞങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഒരു ബാഡ്ജിങ് ഉണ്ട്. സാറ്റോ ലിഫ്റ്റ്, സാറ്റോ ലിഫ്റ്റ്. സാറ്റോ ലിഫ്റ്റ് എന്നിവിടെ ഇത് അതിൻ്റെ പാട്ടാണ്. ഇതിപ്പോൾ 13 ഏക്കർ സ്ഥലം ഉണ്ടല്ലേ? ഉണ്ട്. ഇത് ഈ ക്രെയിൻ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഓ ശരി. അപ്പോൾ വേണമെങ്കിൽ ഷിപ്പ് യാർഡിലേക്കുള്ള വലിയ ക്രെയിനും ഉണ്ടാക്കാം നമുക്ക് അല്ലേ? 100 ടണ്ണിയും ഖത്തറിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? ഇതെല്ലാം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വന്ന ആളായതുകൊണ്ട് പ്രത്യേകിച്ച് ആകാംക്ഷകളൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും ഖത്തറിൽ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഖത്തറിൽ ഇപ്പോൾ സാറിൻ്റെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസ് എന്തൊക്കെയാണ്? സ്റ്റീൽ പാനുണ്ട്, സ്ട്രക്ചർ മില്ലുണ്ട്, ഈ ഞങ്ങൾ ചാനൽ ഫ്ലാറ്റ് പാൻ ഉണ്ടാക്കുന്ന മില്ലുണ്ട്, ഉരുക്ക് ഫാക്ടറി രണ്ടും ഉണ്ട് അത്. പിന്നെ അത് കൂടാതെ ഈ കേബിള് ആൻഡ് വയർ ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സാൻഡ്വിച്ച് പാനിൽ ഈ പെർലിൻസ് ഉണ്ടാക്കുന്ന പ്ലാന്റ് ഉണ്ട്. പിന്നെ പൈപ്പ്സ് ഉണ്ടാക്കുന്ന പ്ലാന്റ് ഉണ്ട്, ERW പൈപ്പ്. പിന്നെ അത് കൂടാതെ ബാറ്ററി റീസൈക്ലിംഗ് പ്ലാന്റ് ഉണ്ട്. അതുപോലെ കോപ്പർ റീസൈക്ലിംഗ് പ്ലാന്റ്, അലുമിനിയം റീസൈക്ലിംഗ് പ്ലാന്റ്. ഇതെല്ലാം ഞങ്ങൾ വേസ്റ്റ് മാനേജ്മെന്റ് എന്നൊരു ഡിവിഷൻ ഞങ്ങൾക്ക്. വേസ്റ്റ് മാനേജ്മെന്റിന് 700 ട്രക്കുകൾ ഖത്തറിൽ ഓടുന്നുണ്ട്. 700 ട്രക്കിന്റെ ബോഡി വി മെയ്ഡ് അവർ സെൽഫ്. ഇതെല്ലാം എക്യുപ്മെന്റ് ഞങ്ങൾ സ്വന്തം മെയ്ഡാണ്. അതിവിടെയും ഞങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എല്ലാ എക്യുപ്മെന്റും ഞങ്ങളുടെ സ്വന്തമാണ്. ഹൈഡ്രോളിക് എക്യുപ്മെന്റ്സ് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യം എനിക്കൊരു താല്പര്യമുള്ള വിഷയമാണ് ചോദിക്കുക. ഈ ബാറ്ററി റീസൈക്ലിംഗ് എന്ന് പറയുന്നത് ഈ പുതിയ ഇലക്ട്രിക് കാറുകളുടെയൊക്കെ ബാറ്ററിയാണോ അതോ? അല്ല, പഴയ ബാറ്ററികൾ. ഇതിൻ്റെ ഈ പറഞ്ഞ ഇലക്ട്രോണിക് കാറിൻ്റെ ബാറ്ററി ഇതുവരെ അങ്ങനെ സംവിധാനം ഉണ്ടായിട്ടില്ല. മറ്റേ എന്താ റീസൈക്കിൾ എന്താ ചെയ്യുന്നത് മറ്റേ ബാറ്ററി? അത് നമ്മൾ പ്ലാസ്റ്റിക് തല്ലി ഉടച്ച് ആസിറ്റും പവർ കളഞ്ഞ് അതിനെല്ലാം ക്ലീൻ ചെയ്ത് അതൊക്കെ അങ്ങനെ ചെയ്യേണ്ട പ്രത്യേകം ട്രീറ്റ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ട്രീറ്റ് ചെയ്ത് ഒഴിവാക്കി. ഈ കെമിക്കലൊക്കെ ഉണ്ടാവില്ലേ? ആസിഡ് ഉണ്ടാവും. ആ ആസിറ്റും അതിൻ്റെ സ്ലെഡ്ജൊക്കെ ഉണ്ടാവും. അതെല്ലാം കത്തിച്ച് കളയാൻ ഇൻസുലേറ്ററുണ്ട് ഞങ്ങൾക്ക്. പിന്നെ ന്യൂട്രീഷൻ ചെയ്യുന്ന പ്ലാന്റ് വേറെയുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഈ ലെഡ് ഞങ്ങൾ പുറത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അലുമിനിയം ഞങ്ങൾ ജപ്പാനിൽ ടൊയോട്ട കമ്പനി കൊടുക്കുന്നത്. ടൊയോട്ടക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓടിച്ചോണ്ടിരിക്കുന്ന വണ്ടിയിൽ കുറച്ച് സീഷോറിൻ്റെ സാധനം കാണും അല്ലേ? അപ്പോൾ എഞ്ചിനീയറിംഗ് ആണ് മെയിൻലി എല്ലാ സാധനങ്ങളും എന്താ റിലേറ്റഡ് ടു എഞ്ചിനീയറിംഗ് ആണ് അല്ലേ? അവിടെ എല്ലാ എഞ്ചിനീയറിംഗ് ആണ്. കൂടാതെ ഒരു ചെറിയ ഹോട്ടൽ അല്ലേ ഹോട്ടൽ ഇവിടെ അതിവിടെ നമുക്ക് ആവശ്യത്തിന് പറയുന്നത് സീഷോർ റെസിഡൻസി അത് സാറിൻ്റെയാണ്. അപ്പോൾ ഇപ്പം അടുത്ത തലമുറയും പ്രവേശിച്ചോ ബിസിനസ്സിലേക്ക്? മകനുണ്ട്. രണ്ട് മക്കളുണ്ട്. ഒരാളിപ്പോൾ ഈ വയറും കേബിൾ മാനേജ്മെന്റ് ഫാക്ടറി മാനേജ് ചെയ്യണം. ഇവൻ ട്രക്കിൻ്റെ ഡീലർഷിപ്പും ഹൈഡ്രോളിക് ബിസിനസ് ഇവൻ ഡീൽ ചെയ്യുന്നു. ട്രക്ക് ഏത് ട്രക്കിൻ്റെ? സീനോ ട്രക്ക്. ഇതാണ് മോൻ നിസാം. സാറ് നിസാമ എങ്ങനെയുണ്ട് ട്രക്കിൻ്റെ ഒക്കെ ഡീലർഷിപ്പ് നിസാമാന്ന് അല്ലേ? നന്നായിട്ട് പോകുന്നു. ഇയാള് ഞങ്ങളുടെ കൂടെ 28 വർഷം 30 വർഷം ഇവിടെ തന്നെ എത്തി അല്ലേ നാട്ടില്? ഞാൻ അവരുടെ എക്സ്പീരിയൻസ് ചോദിക്കണം കേട്ടോ. 3 പേരുണ്ട്. അവര് ചോദിക്കാൻ നിങ്ങൾ അവിടെ വന്നിട്ടും വിശ്രമമില്ലാതെ ഇതിന് കൂടി എന്തെന്ന് ചോദിക്കണം അവരോട്. എനിക്കെന്ത് തോന്നുന്നു, പക്ഷെ നാട്ടിൽ വന്ന് ജീവിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് റിലാക്സ്ഡ് ആയിരിക്കും അല്ലേ? അവിടെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഇതൊക്കെ 35 വർഷം സീഷോറിൽ ഖത്തറിലുണ്ടായിരുന്ന ആളാണ്. വീണ്ടും ഇവിടെ എത്തിയിരിക്കുന്നു ലിവേജിൽ. ലിവേജ് എന്നുള്ള പേരിൽ അവിടെ ഉണ്ടോ സാർ? ഇല്ല, ലിവേജ് ഇവിടെ നമുക്ക് സീഷോർ കിട്ടിയില്ല. അത് 6 സീഷോർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ശരിക്കും ഇത് സങ്കല്പിക്കാം. ഇല്ല, ഇവിടെ വെച്ചിട്ട് നമ്മൾ അസംബ്ലി ചെയ്യണത്.
ക്രെയിൻ അസംബ്ലി ചെയ്യുന്ന ഇവിടെ വെച്ചിട്ടാണ്. അസംബിൾ ചെയ്തിട്ട് നമ്മളിത് വെയിറ്റ് ഒക്കെ വെയിറ്റ് ഒക്കെ നോക്കി എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം പാക്ക് ചെയ്ത് അതുപോലെ ട്രക്കിലേക്ക് എടുത്തു വയ്ക്കും. അതാണ്. ഇപ്പം നമുക്ക് ആവശ്യത്തിനുള്ള പവർ കിട്ടുന്നില്ല. കാരണം അത് അതിൻ്റെ ഹാഫ് പവറേ കിട്ടണുള്ളൂ. കുറച്ച് സ്പീഡിൻ്റെ കുറവ് വരും. ഇതിനേക്കാൾ ഡബിൾ സ്പീഡിൽ ഓടുന്നത്. ട്രെയിനിൽ പവർ നമുക്കില്ല. നമുക്ക് എഞ്ചിൻ നല്ല പവർ എടുക്കും. അങ്ങനെയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത് അല്ലേ? ഇത് എത്ര ടണ്ണിൻ്റെയാണ് ഇപ്പോൾ? 3 ടണ്ണ്. ഇത് എത്ര മണി? 5 ടണ്ണോ? 5 ടണ്ണാണ്. അപ്പോൾ നിങ്ങൾ ട്രക്കിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ലെങ്തി ആയിട്ട് അത് നീണ്ട് വരും. ഹൈഡ്രോളിക് നീണ്ട് വരും ചെയ്യും. ഇത് 360 ഡിഗ്രിയിൽ തിരിയും ചെയ്യും. 360 തിരികെ ചെയ്യും. ഓക്കെ തിരിക്കണേ. താഴത്തേക്ക് വഴി വിട്ടും. അപ്പോൾ അങ്ങനെ 360 ഡിഗ്രി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇത് 3-4 ലിവറുള്ളൂ. ഇത് ആർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണത്. ഇത് വെച്ചിട്ട് ഇത്രേ ഉള്ളൂ പരിപാടി. ശരിക്കും പറഞ്ഞാൽ വളരെ എത്രത്തോളം യൂസ്ഫുൾ ആണല്ലോ ഒരു സ്ഥലത്തൊക്കെ കൊണ്ട് ഈ സാധനങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും മാറ്റി ഇറക്കി വയ്ക്കാം. നമ്മൾ നേരെ ഒരു സ്ഥലത്ത് മാത്രമല്ല 360 ഡിഗ്രി ചുറ്റും എവിടെ വേണമെങ്കിലും നമുക്ക് സാധനങ്ങൾ ഇറക്കി വയ്ക്കാൻ പറ്റും. ഫുള്ളകത്ത് വയ്ക്കാം. കുറേ കൂടെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നത്. കാരണം നമുക്ക് പവർ ഇതൊരു പ്രഷർ പോലെ. അതായത് നമ്മൾ ട്രക്കിൽ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എൻജിൻ പവറിലാകുമ്പോൾ കുറച്ചുകൂടി സ്പീഡിൽ ഇത് പ്രവർത്തിക്കും. ഇവിടെ ഇപ്പോൾ എൻജിൻ പവറിലല്ല, അതുകൊണ്ടാണ് കുറച്ചൊന്ന് സ്ലോ ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെ കൂളായിട്ട് വെയിറ്റ് ഇതിപ്പം 3200 കിലോയാണ് ഇപ്പം വളരെ കൂളായിട്ട് ലിഫ്റ്റ് ചെയ്യുന്നത്. പക്ഷെ എത്രത്തോളം എളുപ്പമാണ് ഇത് പ്രവർത്തിപ്പിക്കാമെന്നുള്ളതാണ്. ആകപ്പാടെ ഈ 4-5 ലിവർ വെച്ചുള്ള പരിപാടികളുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചെടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അതിൻ്റെ അകത്തില്ല. എളുപ്പത്തിൽ തന്നെ എല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും മനുഷ്യനാണ് ഇതൊക്കെ ഒന്ന് ഇറക്കുന്നതെങ്കിൽ 3200 കിലോയുടെ കാര്യത്തിൽ എത്ര പേര് വേണ്ടി വരും, എത്രത്തോളം സമയം എടുക്കുമെന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ എത്ര എളുപ്പമാണ് കാര്യങ്ങളിപ്പോൾ. തന്നെയല്ല വളരെ സേഫുമാണ്. ഇതിപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അതിൻ്റെ അറ്റം. അത് പക്ഷേ അത് ചെറുതാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ തൊട്ട് താഴെ വേണമെങ്കിലും നമുക്ക് ഇറക്കാൻ പറ്റും. അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ അതായത് ഏത് സ്ഥലത്ത് വേണം പ്രിസൈസ് ആയിട്ട് ആ സ്ഥലത്ത് തന്നെ നമുക്ക് സാധനം ഇറക്കുകയും കയറ്റുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും. നമുക്കിനി ആ ബൂം ട്രക്കിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നതിൽ പിന്നെ വെയിറ്റ് എടുക്കുന്നില്ലെങ്കിൽ നമുക്കത് എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം? 8 ടൺ. അപ്പോൾ നമ്മൾ 3 ടണ്ണിൻ്റെയും 8 ടണ്ണിൻ്റെയും ഓരോ ട്രക്കുകൾ ഇവിടെ വെളിയിൽ ഇട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊന്ന് വെളിച്ചത്തിൽ ഒന്ന് കാണാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് ലിവറുകൾ. അതുപോലെ സാർ ഇതിന് ഇങ്ങനെ ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റ് കൂടെ ഉണ്ട് അല്ലേ? ഇത് എക്സ്ട്രാ അതിനുണ്ട്. മാനുവല. ഇത് ഹൈഡ്രോളിക് ആയി. ഓക്കെ, ഇത് മാനുവലിയും ചെയ്യാം ഹൈഡ്രോളിക് ആയിട്ടും ചെയ്യാം. അപ്പോൾ അങ്ങനെ എക്സ്പെൻസ് വേണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ മാനുവൽ ആക്കാം അല്ലേ? ആകാം. വീലിപ്പം നിലത്ത് തൊടുന്നില്ല. ഇനിയിപ്പോൾ ആ ലിവറുകളാണ്. നമുക്ക് എന്നാൽ അതിന് ക്രെയിനൊന്ന് ഓപ്പറേറ്റ് ചെയ്യാം. ആകെ 8 ലിവറേ ഉള്ളൂ. ആകെ വലിയ കൺഫ്യൂസിങ് ആയിട്ടുള്ള പരിപാടികളൊന്നുമില്ല. അതിനേക്കാൾ കുറച്ചുകൂടി സ്പീഡിൽ പോകുന്നത് ആണല്ലേ? അതെ, ശരിയാണ്. നമ്മൾ അവിടെ കണ്ടപ്പോൾ വെറും മോട്ടറിലായിരുന്നെങ്കിൽ ഇപ്പോൾ എൻജിനിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ സ്പീഡായി
വളരെ എളുപ്പത്തിൽ വീട്ടിൽ കാര്യങ്ങൾ തീരുന്നുണ്ട്. വളരെ സ്മൂത്താണ്. വളരെ സ്മൂത്ത്, ശരിയാണ്. ഇത് നമ്മുടെ ഇതിൻ്റെ സീരീസ് നെയിമാണല്ലേ, LV 804. അപ്പോൾ 8 ടണ്ണാണത്. 8 ടണ്ണാണ്. ഇതിൻ്റെ 4 ബൂമാണിത്. 4 ബൂമാണ്. എത്ര നീളം, എത്ര വരെ പോകും 4 ബൂമിൽ? എത്ര? 16 മീറ്റർ. 16 മീറ്റർ. വീണ്ടും ഹൈറ്റ് എടുക്കുന്നു. ട്രക്കിൽ എത്ര സാധനം കയറ്റിയാലും നിമിഷ നേരം കൊണ്ട് താഴെ ഇറക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. സാധനം കയറ്റാനും ഹൈറ്റ് ഉണ്ടോ? അതെ. ഇനി നമുക്ക് 360 ഡിഗ്രി കറക്കാം. അപ്പോൾ ഇതിൽ ഈ മെക്കാനിസത്തിന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓയിൽ ചേഞ്ച് ഒക്കെ വേണോ? ഒരു വർഷത്തിലൊരു പ്രാവശ്യം ഓയിൽ ഒഴിച്ചു. മേലെ ടാങ്ക് ഉണ്ടോ? ആ ടാങ്കിലുള്ള ഓയിൽ ഒരു വർഷത്തിലൊരു പ്രാവശ്യം. പിന്നെ അതിനിടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ കുറയില്ല. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫിൽറ്റർ മാറ്റി കൊടുക്കാം. ആവശ്യം വരില്ല ഒരു വർഷത്തിൽ. അതിന് മെയിനായിട്ടുള്ള ചിലവ് അതേ ഉള്ളൂ, വേറെ ചിലവൊന്നുമില്ല. പിന്നെ 4 വർഷം 5 വർഷം ഇതിൻ്റെ സീലൊക്കെ ഉണ്ടല്ലോ, ഹൈഡ്രോളിക് സീലൊക്കെ, അതൊക്കെ 4-5 വർഷം വരെയും നോക്കിയാലേ. പൊടി ലീക്ക് ഒന്നുമില്ല. ശരിയാണ്. വളരെ നീറ്റ് പണിയാട്ടോ, എല്ലാ കാര്യങ്ങളും ശരിക്കും ഇന്റർനാഷണൽ ക്വാളിറ്റി തീർച്ചയായിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗം നിർത്തട്ടെ. ഈ ഭാഗം ഇതൊക്കെ ഇതിന്റെ ഫുൾ ഇതിന്റെ മെക്കാനിക്സ് ആണ്. ഇതൊക്കെ ഞങ്ങൾ അഴിച്ച് മാറ്റിയിട്ട് അത് ഫിറ്റ് ചെയ്ത് തിരിച്ചു. എന്തായാലും ഇപ്പൊ ഈ ട്രക്കിന്റെ മുന്നിൽ സാധനം ഇറക്കണമെങ്കിൽ പോലും നേരെ തിരിച്ചങ്ങോട്ട് വെച്ചാൽ അതാണ് എൻ്റെ രസകരമായ കാര്യം. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു പ്രത്യേകതയുള്ള എപ്പിസോഡായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ജീവിതത്തെ വളരെ എളുപ്പമാക്കാൻ സാധിക്കുന്ന ചില സംഭവങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. അപ്പോൾ നിങ്ങൾക്കും ഈ പറഞ്ഞ കൺസ്ട്രക്ഷൻ കമ്പനിയോ എന്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ക്രെയിൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ വിളിക്കേണ്ടത്, അത്തരം കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ വന്ന് കണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. കൊടുങ്ങല്ലൂരിൽ നിന്നും ചാവക്കാടേക്കൊക്കെ പോകുമ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു സ്ഥാപനം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. എന്തായാലും ഈ പറഞ്ഞ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ട്രക്ക് മൗണ്ടഡ് ക്രെയിൻ എന്ന് പറയുന്നത്. അപ്പം സാർ അതെന്തായാലും കേരളത്തിലേക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം കൊണ്ടുവന്നതിൽ വലിയ സന്തോഷമുണ്ട്. തന്നെയുമല്ല, ഞാൻ കേട്ട വളരെ സന്തോഷം തോന്നിയ കാര്യം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള വലിയ സപ്പോർട്ടൊക്കെ ഇത്തരം കാര്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ വ്യവസായങ്ങളൊക്കെ വരട്ടെ. അപ്പോൾ എന്തായാലും ഇന്ത്യയിലെ ഒരേ ഒരു ട്രക്ക് മൗണ്ടഡ് ക്രെയിൻ നിർമ്മിക്കുന്ന കമ്പനിയാണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞത്. അത് കേരളത്തിലാണെന്നുള്ള അഭിമാനത്തോടെ നമ്മൾ പോവുകയാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ നോക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഇവിടെ നന്ദി പറഞ്ഞു സാർ. നമ്മുടെ താങ്ക് യു. താങ്ക് യു.